പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഖലീൽ ജിബ്രാന്റെ ഒരു വാക്കുണ്ട്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ ദി സൺസ് ആൻഡ് ഡോക്ടേഴ്സ് ഓഫ് ലൈഫ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. ദേ കെയിം ഫ്രം യു ബട്ട് നോട്ട് ഫ്രം യു. നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല. എത്ര വേദന ഉണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ. നിങ്ങൾ ബയോളജിക്കലി അവരുടെ മാതാവാണ്, ബയോളജിക്കലി നിങ്ങളുടെ മാതാവാണ്. പക്ഷേ അവര് സ്വയം ഇഷ്ടത്തിൽ വളർന്നു വരുന്ന, അതായത് അവർക്കും ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളിലല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളുടെ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഇന്നതാവാൻ കഴിഞ്ഞില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന പേരൻസിനൊക്കെ ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവും, എനിക്ക് സാധിക്കാൻ കഴിയാത്തത് എൻ്റെ മകനിലൂടെ എനിക്ക് സാധിക്കണം, എനിക്ക് സാധിക്കാൻ കഴിയാത്ത എൻ്റെ മകനിലൂടെ സാധിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവൻ അവിടേക്ക് എത്തിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള മക്കളുടെ പേരൻസ് ഉണ്ട്. ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആഗ്രഹിക്കാം, നിങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങളുടെ മക്കൾ അതേപോലെ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു CCA എന്ന് പറഞ്ഞു, ഈ CCA എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ലായിരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മക്കളുടെ ഇൻട്രസ്റ്റ് ചെയ്യലാണെന്ന് പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് എന്നെ ഡോക്ടറാക്കണമെന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ഡോക്ടർ, എൻ്റെ ഉമ്മാക്ക് അവസാനം മനസ്സിലായി ഞാൻ ഡോക്ടർ ആവില്ല എന്നുള്ളത്. നമ്മളുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ വളർന്നു വരുമ്പോൾ ഓരോരുത്തരെ സ്വാധീനിച്ചുകൊണ്ടാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാക്കുന്ന ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് ആയിരിക്കാം. ഇവരെ ഓരോരുത്തരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് അവരെ ഷുവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരുടെ പേരിൽ സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്വാധീനം ചെലുത്തണം. എത്ര ആളുകൾക്ക് ഇവിടെ പറയാൻ കഴിയും, എൻ്റെ മുമ്പിലിരിക്കുന്ന എത്ര പേരൻസിന് പറയാൻ കഴിയും, എൻ്റെ മകന് അല്ലെ എൻ്റെ മകള് എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന്, അവൾ എന്നെ റോൾ മോഡൽ ആക്കിയിട്ടുണ്ട്, റോൾ മോഡൽ ആക്കാൻ അവന് കഴിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ള ഇവിടുത്തെ എത്ര പേരൻസിന് പറയാൻ കഴിയും. സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ സൈക്കോളജിയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സമയത്തിൽ പാരന്റിങ് എന്നുള്ളത് വലിയൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പാരന്റിങ് എന്നുള്ള സബ്ജക്റ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ ഞാൻ പ്രാപ്തനായിരിക്കില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം തീർച്ചു പറയട്ടെ, നിങ്ങളുടെ മക്കളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടും അവർക്കൊരു പോസിറ്റീവ് തോട്ട് കൊടുത്തിട്ട്, ഞാനിപ്പോൾ പറഞ്ഞു 2 തരം അവസരങ്ങളുണ്ട്. നമുക്ക് നമ്മളുടെ മക്കൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടും അവരെ എന്ത് ചെയ്യാം, കാണാം, അതേ അവർക്ക് പോസിറ്റീവായിട്ടും കാണാം. ഞാൻ ഈ പറഞ്ഞതിനൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളുടെ മക്കളായിട്ട് സ്കൂളിലോട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചർ ബെഗ് ചെയ്യുന്നുണ്ട്, ഒരു യാചകൻ നിൽക്കുന്നുണ്ട്. ഈ യാചകൻ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി അവരുടെ ഉമ്മാനായിട്ട് കടന്നിങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഉമ്മ കുട്ടിയോട് പറയാണ്, നീ കണ്ടില്ലേ, നീ മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ, നീ സ്കൂളിൽ മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, ഈ യാചകനെ പോലെ തെരുവിൽ നിന്ന് ഭിക്ഷിക്കേണ്ടി വരുമെന്ന് ഈ ഉമ്മ മകനൊക്കെ പറഞ്ഞു കൊടുക്കുക. അതേ സിനാരിയോ, മറ്റൊരു അപ്രോച്ച്, മറ്റൊരു കുട്ടി ഇതുപോലെ ഒരു മാതാവിനെ കൊണ്ട് കടന്നു വരികയാണ്. അപ്പൊ മാതാവ് ആ ഒരു കുട്ടിയോട് പറയാണ്, മകനെ നീ കണ്ടില്ലേ, നീ യാചകനെ കണ്ടില്ലേ, നീ പഠിച്ചു വലുതായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ആളുകളെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളത്. നിങ്ങൾ നോക്കി എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു കാര്യത്തെ, ആ ഉദ്ദേശ കാര്യത്തെ പോസിറ്റീവാക്കി എടുത്തുള്ളത്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടു. നമ്മൾ ചിലപ്പോൾ മക്കൾ സ്റ്റെപ്പിലൊക്കെ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അവരെ തളർത്തും. അത് ചെയ്യില്ലേ, ഇത് ചെയ്യില്ലേ, ചെയ്യട്ടെ, അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്ത് കാര്യം, ഇനിയിപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം ആയിക്കോട്ടെ, ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിസ്കരിച്ചില്ല നിങ്ങൾ പടച്ചോ എന്നെ തീയിലിടും. ഇതാണല്ലോ നമ്മൾ ചെറുപ്പമുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് അതിന് മറ്റൊരു അപ്രോച്ച് ഉണ്ട്. നീ കറക്റ്റായിട്ട് നിസ്കരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വർഗം നടക്കുന്ന ഇതുണ്ട്, അതിലോട്ട് നീ സ്വർഗത്തിൽ പോകും, അതിൽ നീ വിചാരിക്കുന്ന ഒക്കെ കിട്ടും. നിനക്ക് കളിപ്പാട്ടമാണോ, കളിപ്പാട്ടം കിട്ടും. കുട്ടികളുടെ മെന്റാലിറ്റി എന്താണോ അത് വെച്ച് നിങ്ങൾ